കീ വരുന്നത് നമ്മൾ എടുത്തു പോയാൽ തന്നെ ഓട്ടോമാറ്റിക്കലി വെഹിക്കിൾ അൺലോക്ക് ആവും. സോ അവിടെ നിന്ന് കുറച്ചും കൂടി നമുക്ക് ഹൈവേയിലാണെങ്കിൽ കുറച്ചും കൂടി ഒരു അഗ്രസീവായി ഓടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെയറിംഗ് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ സിറ്റിയിലാണെങ്കിലും ഈ ഒരു സെഗ്മെൻറ്റിലെ ഒരുപാടത്തേക്ക് ഫീച്ചേഴ്സ് ആയിട്ട് വന്ന ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു SUV ആണ് ഇന്ത്യയിൽ നിസാൻ. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ള ഒരു ബൂട്ട് കപ്പാസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതും നിസാൻ എന്ന ബ്രാൻഡ് ഇന്ത്യയെ ലോഞ്ച് ചെയ്ത അവരെ ലേറ്റസ്റ്റ് അറൈവലാണ് ഇന്ത്യൻ്റെ കൂടെയുള്ളത്. സോ ഒരു വെഹിക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരുപാടധികം റീസൺസ് ഉണ്ട്. സോ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു റീസണാണ് ഇറ്റ്സ് എ ബേബി നിസാൻ പാട്രോൾ. ശരിക്കും നിസാൻ പാട്രോൾ ഇൻസ്പയർഡ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഒരു വെഹിക്കിളാണ് ഇന്ത്യൻ്റെ കൂടെയുള്ളത്. സോ ഇറ്റ്സ് നെയിം നിസാൻ ടെക്ടോൺ. സോ ഇന്നത്തെ വിളി കൂടെയുള്ളത് നിസാൻ്റെ ഏറ്റവും പുതിയ മോഡലായ നിസാൻ ടെക്ടോൺ ആണ് ഇന്ത്യൻ്റെ കൂടെയുള്ളത്. ഒരുപാടധികം ഫീച്ചേഴ്സ് ഉള്ള ഒരുപാടധികം പെർഫോമൻസ് ഉള്ള ഒരു വെഹിക്കിളാണ് ഇന്ത്യൻ്റെ കൂടെയുള്ളത്. സോ ഇന്നത്തെ വിളി മുമ്പ് അടുത്ത് പരിചയപ്പെടാം ഒരു വെഹിക്കിൾ. സോ വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. Let's go the full video of Nissan Tecton. So finally ഇതാണ് നിസാൻ ടെക്ടോൺ വരുന്നത്. നിസാൻ്റെ ഫ്ലാഗ്ഷിപ്പ് മോഡല് നിസാൻ പാട്രോൾ ഇൻസ്പയർ ചെയ്ത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഒരു വെഹിക്കിളാണ് നിസാൻ ടെക്ടോൺ. ഒരുപാടധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിലെ ഒരുപാടധികം ഫീച്ചേഴ്സ് ആയിട്ട് വന്ന ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു SUV ആണ് ഇന്ത്യയിൽ നിസാൻ ടെക്ടോൺ. ഒരുപാടധികം ടെക്നോളജിമായ ഫീച്ചേഴ്സ് ആണെങ്കിലും സേഫ്റ്റി പരമായിട്ടും ഒരുപാടധികം ഫീച്ചേഴ്സ് ഈ ഒരു വെഹിക്കിളിൽ നിസാൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. സോ ലെറ്റ്സ് മൂവ് ദ ഫ്രണ്ട് പ്രൊഫൈൽ ഓഫ് നിസാൻ ടെക്ടോൺ. സോ ഇതാണ് ഓവറോൾ നിസാൻ ടെക്ടോൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. സോ നിസാൻ്റെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ നിസാൻ പാട്രോൾ ഇൻസ്പയർഡ് എന്ന് വരുന്നത് ഈ ഒരു ഗ്രിൽ യൂണിറ്റിലാണ്. ഈ ഒരു റെഡ് ഇൻസേർട്ടാണ് നമുക്ക് മെയിനായിട്ട് ആ ഒരു ഹൈലൈറ്റ് പറയുന്നത്. ഈ ഒരു ഗ്രിൽ യൂണിറ്റിൽ ആ ഒരു റെഡ് ഇൻസേർട്ട് നിസാൻ ലോഗോ കൊടുത്തിട്ടുണ്ട്. കണക്റ്റഡ് ആയ ഒരു DRL യൂണിറ്റാണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. നേരെ ഹെഡ് ലാമ്പ് സെക്ഷൻ പോകുകയാണെങ്കിൽ ഒരു 5 ചാമ്പർ മെട്രിക്സ് ഹെഡ് ലാമ്പ് യൂണിറ്റാണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. നേരെ താഴെ എയർ വെൻസും കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ താഴെയായിട്ടാണ് ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുള്ളത്. ഫോഗ് ലാമ്പ് ഒന്ന് താഴത്ത് നോക്കിയാൽ നമുക്ക് ഫോഗ് ലാമ്പ് കാണാൻ സാധിക്കുള്ളൂ. ശരിക്കും അതിൻ്റെ പൊസിഷൻ താഴെയാണ് കൊടുത്തുള്ളത്. ഒരു ഡുവൽ ടൺ ബമ്പേഴ്സാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. പാർക്ക് സെൻസേഴ്സും നമുക്ക് വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ ഏകദേശം 6 പാർക്ക് സെൻസേഴ്സാണ് ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ. സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാനുവലിൻ്റെ ടോപ്പ് എൻഡ് മോഡലാണ്. സോ ഇതിൽ ഓട്ടോമാറ്റിക്കിൻ്റെ ടോപ്പ് എൻഡ് മോഡൽ സമയത്ത് നമുക്ക് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. സോ ഇതിൽ അഡാസ് ഫീച്ചേഴ്സ് ഒന്നുണ്ട്. ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സാണ് ഒരു വെഹിക്കിൾ വരുന്നത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. ഹുഡിലും ഒരുപാടധികം ക്യാരക്ട് ലൈൻസോട് വരുന്ന ഒരു ഹുഡാണ് ഈ ഒരു വെഹിക്കിൾ വന്നുള്ളത്. അതൊരു ടെക്നോളജി ബാഡ്ജിങ് ആണെങ്കിലും ഒരു മാറ്റ് ഫിനിഷിലെ കൊടുത്തിൽ ഒരു അട്രാക്റ്റീവ് ഫീലിംഗ് കൂടിയുണ്ട് ഈ ഒരു ടെക്നോൺ ബാഡ്ജിങ് കാണുന്ന സമയത്ത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു DRL യൂണിറ്റ് വരുന്നത്. ഒരു ഫുള്ളി കണക്റ്റഡ് DRL യൂണിറ്റ് ആണെന്നുള്ളത്. ഭയങ്കര അട്രാക്റ്റീവ് ഫീലുണ്ട് ആ ഒരു ലാംപ്സ് കാണുന്ന സമയത്ത്. സോ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എടുത്ത് പറയാനുള്ളത് ആ ഒരു വീൽസിനെ കുറിച്ചാണ്. ഒരു 18 ഇഞ്ച് വീൽസാണ് ഒരു വെഹിക്കിൾ വന്നുള്ളത്. ഓൾ വീൽ ഡിസ്ക് ബ്രേക്കാണ്. പ്ലസ് പോയിന്റ് ഒരു സേഫ്റ്റി പരമായ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് എടുത്ത് പറയാൻ സാധിക്കും ആ ഒരു വീൽസ് 255/55R 18 ഇഞ്ച് ടയർ പ്രൊഫൈലാണ് ഒരു വെഹിക്കിൾ വന്നുള്ളത്. 5 സ്പോക്കാണ് വീൽ വന്നുള്ളത്. ഒരു അലോയ് വീൽസ് ഒരു ഡയമണ്ട് കട്ട് ഡുവൽ ടോൺ കളേഴ്സിലാണ് ഒരു അലോയ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ 6 പാർക്ക് സെൻസേഴ്സ് എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു പാർക്ക് സെൻസർ ഈ ഒരു സൈഡിൽ വന്നുള്ളത്. സൈഡ് ഫെൻഡറിലാണ് ആ ഒരു മൗണ്ട് ചെയ്ത് വന്നുള്ളത് പാർക്ക് സെൻസേഴ്സ്. സോ ഇവിടെ നമുക്കൊരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. T280 ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സോ അത് എഞ്ചിൻ ബാഡ്ജിങ്ങാണ് വന്നുള്ളത്. സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 1.3 ലിറ്റർ എഞ്ചിനാണ്. സോ അതിൻ്റെ ബാഡ്ജിങ്ങാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെയും ഒരു എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു മൗണ്ടൻ രീതിയിലാണ് ഒരു എലമെൻറ്റ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഭയങ്കര അട്രാക്റ്റീവ് ഫീലാണ് ആ ഒരു സൈഡ് പ്രൊഫൈലിൽ ഒരു എലമെൻറ്റ്സ് വന്നുള്ളത്. സൈഡ് വിമറേഴ്സ് 10 ഇൻഡിക്കേറ്റേഴ്സ്. ഇതിന് ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് പോകുന്ന സമയത്ത് താഴെ ക്യാമറ യൂണിറ്റ് വരുന്നതാണ്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ. വാവ്. സൈഡിൽ നമുക്ക് ഒരുപാടധികം ക്യാരക്ട് ലൈൻസ് വരുന്നുണ്ട്. ഈ ഒരു പോർഷനിലാണെങ്കിലും ഈ ഒരു എലമെൻറ്റ്സിലും ഒരുപാടധികം ക്യാരക്ട് ലൈൻസ് വരുന്നുണ്ട്. റൂഫ് റെയിൽ ഫങ്ഷനല്ല, ഒരു നോർമൽ റൂഫ് റെയിലാണ് ഒരു വെഹിക്കിൾ വരുന്നത്. ഒരു പാനോറമിക് സൺ റൂഫും നമുക്ക് വരുന്നുണ്ട്. സോ ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തത്. ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. സോ നമുക്ക് ഫ്യൂവൽ ക്യാപ്പ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഫ്യൂവൽ ക്യാപ്പ് ലിഡ്. സോ ലെറ്റ്സ് മൂവ് ദ റിയർ പ്രൊഫൈൽ ഓഫ് നിസാൻ ടെക്ടോൺ. സോ ഇതാണ് ഓവറോൾ നിസാൻ ടെക്ടോൻ്റെ റിയർ പ്രൊഫൈൽ വരുന്നത്. സോ റിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ടൈലാം യൂണിറ്റാണ്. ഫുള്ളി കണക്റ്റഡ് ആയ ഒരു ടൈലാം യൂണിറ്റാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഒരു C ഷേപ്പിലാണ് ടൈലാം യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നേരെ താഴെ ടെക്നോ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നിസാൻ ലോഗോ, റിയർ വൈപ്പേഴ്സ്, ഡിഫോഗ് ലൈൻസ്, ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ്, ഷാർഫിൻ ആൻറ്റിന, ചെറിയൊരു സ്പോയിലർ യൂണിറ്റും നമുക്ക് ഒരു വെഹിക്കിളിൽ വരുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു റിയർ പ്രൊഫൈൽ വരുന്നത്. പാർക്ക് സെൻസേഴ്സും ബാക്കിൽ 6 പാർക്ക് സെൻസേഴ്സ് എന്നുള്ളത്. 1, 2,
3, 4, 5 ആൻഡ് 6 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് റിയറിൽ വന്നുള്ളത്. സോ നമുക്കൊരു ബൂട്ട് സ്പേസ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഓട്ടോമാറ്റിക്കിൻ്റെ ടോപ്പ് എൻഡ് പോകുന്ന സമയത്ത് പവർ ടെയിൽ ഗേറ്റ് വരുന്നുണ്ട്. സോ ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ള ഒരു ബൂട്ട് കപ്പാസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതും നമ്മുടെ നിസാൻ ടെക്നോളാണ് അവകാശപ്പെടുന്നത്. അത്രയധികം ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വെഹിക്കിൾ വന്നുള്ളത്. ടൂൾ കിറ്റും കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. നേരെ താഴെ സ്പെയർ വീലും വന്നിട്ടുണ്ട്. പാർസൽ ട്രേ വരുന്നുണ്ട്. 60/40 സ്പ്ലിറ്റഡ് സീറ്റാണ് റിയറിൽ വന്നുള്ളത്. സോ മാനുവലി ക്ലോസ് ചെയ്യണ ടെയിൽ ഗേറ്റ്. സോ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ഒരു ക്യാമറയുടെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ സ്റ്റിയറിംഗ് ഏത് സൈഡിലോട്ട് തിരുന്ന് അങ്ങോട്ട് ക്യാമറ തിരിഞ്ഞ് വരും. ഭയങ്കര ഒരു യൂസ്ഫുൾ ഫീച്ചറാണ് ആ ഒരു ക്യാമറ തിരിഞ്ഞ് വരുന്നത്. +1. സോ ഇതാണ് ഓവറോൾ ഇതിനൊരു എക്സ്റ്റീരിയർ വ്യൂ വരുന്നത്. ഭയങ്കര ഒരു സ്പോർട്ടി ഫീലാണ് ശരിക്കും ഒരു വെഹിക്കിൾ ഡിസൈൻ ചെയ്തത്. ഒരു വെഹിക്കിളിൻ്റെ ഓരോ എലമെൻറ്റ്സും ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്പോർട്ടി ഫീൽ നമുക്ക് മനസ്സിലാവും. സോ നമുക്ക് ഇന്റീരിയറോട്ട് പോകുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ കീന്ന് കണ്ടു തുടങ്ങാം. സോ ഇതാണ് ഓവറോൾ കീ വരുന്നത്. നിസാൻ്റെ ലോഗോ കൂടി വരുന്ന ഒരു കീ ആണ്. ഇതിൽ ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിൽ ലോക്ക് അൺലോക്ക് ആൻഡ് ഹെഡ്ലൈറ്റ് ടെയിൽഗേറ്റ് ഫംഗ്ഷൻസ് ആണ് ഈ ഒരു കീ വരുന്നത്. സെൻസേഴ്സിൽ കീ വരുന്നത് നമ്മൾ എടുത്ത പോലെ തന്നെ ഓട്ടോമാറ്റിക്കലി വെഹിക്കിൾ അൺലോക്ക് ആവും. സോ അവിടെ നിന്ന് കുറച്ചും കൂടി നമുക്ക് ലോക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നേരെ കുറച്ചൊന്ന് ബാക്കിലോട്ട് ഇറങ്ങിയാൽ അത് ഓട്ടോമാറ്റിക്കലി ലോക്കും ആവും ഫങ്ഷൻസ് ഈ ഒരു കീയിൽ വരുന്നുണ്ട്. ടെക്നോളജി. സോ നമുക്ക് നേരെ ഡോർ ഓപ്പൺ ആക്കാം. ജസ്റ്റ് കീ പോക്കറ്റിൽ ഉണ്ടായി മതി, അത് ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആവും. സോ ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ഡുവൽ ടോൺ കളറിലാണ് ഇതിനൊരു ഇൻറ്റീരിയർ വരുന്നത്. ശരിക്കും ഡുവൽ ടോൺ ഉള്ള 3 ടോൺ. സോ നമുക്ക് പെട്ടെന്ന് കാണുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ഫിനിഷാണ് തോന്നും. സോ ഇതിൽ ബ്ലാക്കും ആൻഡ് ഡാർക്ക് ബ്ലൂ ഫിനിഷും ഒരു വെഹിക്കിൾ വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പാഡ് കണ്ടു തുടങ്ങാം. സോ കംപ്ലീറ്റ്ലി ഇതാണ് ഡോർ പാഡ് വരുന്നത്. പവർ സ്വിച്ചസ് കാണാൻ സാധിക്കും. മിറർ ഫങ്ഷൻസും നമുക്ക് വരും. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ഈ ഒരു പോർഷനിൽ കാണാൻ സാധിക്കും. വിൻഡോ ലോക്ക് ബട്ടണും നമുക്ക് വരുന്നുണ്ട്. സോ നേരെ താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സ്പീക്കർ യൂണിറ്റ് ആൻഡ് ഹാൻഡിൽ ഫങ്ഷൻസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. സോ സീറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു വെന്റിലേറ്റഡ് സീറ്റാണ് ഒരു വെഹിക്കിൾ വരുന്നത്. ആൻഡ് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റാണ് ഡ്രൈവർ സൈഡ് വരുന്നത്. പാസഞ്ചറിൽ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണം സീറ്റ്സ്. ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് കൺട്രോൾ സാധിക്കും. സോ വെന്റിലേറ്ററിൻ്റെ ബട്ടൺ വരുന്നത് ഈ ഒരു പോർഷനിലാണ് വെന്റിലേറ്റഡ് സീറ്റ് വരുന്നത്. സോ നമുക്ക് ഇവിടെ കൺട്രോൾസും വരുന്നുണ്ട്. ഓട്ടോ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ആൻഡ് ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഇതിൻ്റെ സെൻസേഴ്സിൻ്റെ ഒരു സ്വിച്ചാണ് കൊടുത്തുള്ളത്. നേരെ താഴെ പാർക്കിംഗ് ബ്രേക്ക്, ഒരു ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് ഒരു വെഹിക്കിൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ബാക്ക്ഗ്രൗണ്ട്. സോ നേരെ അകത്ത് ഇരുന്ന് നോക്കാം അതിൻ്റെ ഫീച്ചേഴ്സ്. സോ ഇതാണ് ഓവറോൾ പുതിയ നിസാൻ ടെക്നോൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ശരിക്കും ഡ്രൈവർ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇതിനൊരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിയറിംഗ് വീലിൽ കണ്ടു തുടങ്ങാം. നിസാൻ്റെ ലോഗോട് കൂടുന്നതിൽ വരുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോളിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ മോഡ് വരുന്നുണ്ട്. സോ ഇപ്പുറത്തെ സൈഡിൽ ക്ലസ്റ്ററിൻ്റെ കൺട്രോൾ ഓപ്ഷൻസ് ആണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. സോ നിങ്ങളെല്ലാവരും ഇപ്പോൾ വിചാരിക്കണേ ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് കൺട്രോളിംഗ് ഓപ്ഷൻ എവിടെയെന്നല്ലേ. സോ അത് ഈ ഒരു താഴെയാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ ഒരു വെഹിക്കിളിൽ കാണുന്നത് താഴെ മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് കൺട്രോളിൻ്റെ ഇവിടെ വരുന്നത്. സോ നിങ്ങൾ ഏതെങ്കിലും വെഹിക്കിൾ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇവിടെ ഹെഡ്ലൈറ്റ് ആൻഡ് വൈപ്പർ കൺട്രോൾ ഈ ഒരു ഓപ്ഷൻസിൽ കാണാൻ സാധിക്കും. സോ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ യൂണിറ്റാണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. ഈ ഒരു മോഡ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഓരോ ഇൻഫർമേഷനും നമുക്കൊരു വെഹിക്കിൾ അറിയാൻ സാധിക്കും. ഒരുപാടധികം ഇൻഫർമേഷനുള്ള ഒരു ക്ലസ്റ്റർ യൂണിറ്റാണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. സോ ഓവറോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡ്രൈവർ കോക്പിറ്റ് വരുന്നത്. നമുക്കൊരു AC വെൻ്റ് വരുന്നുണ്ട്. സോ നേരെ ഇൻഫോടൈം സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പിൻ്റെ മുകളിൽ പോകുന്ന സമയത്ത് ഇൻഫോടൈം സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയൊരു സൈസിൽ ഡിഫറൻസ് വരും. കുറച്ചുകൂടി ലെങ്ത്ത് കൂടും ഒരു ഇൻഫോടൈം സിസ്റ്റം. സോ ഇതിൽ തന്നെ ഒരുപാടധികം കണക്റ്റിവിറ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഗൂഗിൾ കണക്റ്റ് വരുന്ന ഒരുപാടധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു ക്ലസ്റ്റർ യൂണിറ്റാണ് ഇൻഫോടൈം സിസ്റ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഒരുപാട് ആപ്സ് നമുക്കിതിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് എയർ ക്വാളിറ്റി, മൈ ഡ്രൈവിംഗ്, ഡ്രൈവർ അസിസ്റ്റൻറ്റ്, ഡൈനാമിക് ചേസിസ്, വെഹിക്കിൾ സെക്ടീസ് എൻ്റെ ഇത്രയും മോഡ്സ് വരുന്നത്. സോ നമുക്ക് ഡ്രൈവ് മോഡ് വരുന്നുണ്ട്, എക്കോ ആൻഡ് കംഫർട്ട്, പിന്നെ നമുക്ക് വരുന്നതാണ് പ്രസോ എന്ന് പറയുന്ന മോഡൽ. നമുക്കിതിൽ കോൺഫിഗറേഷൻ ചെയ്യാൻ സാധിക്കും ഈ ഒരു മോഡലിൽ. സോ അതേപോലെ നമുക്ക് സ്റ്റിയറിംഗ് വീലും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റിയറിംഗ് വീലിൻ്റെ മോഡ് അനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഹൈവേയിലാണെങ്കിൽ കുറച്ചും കൂടി ഒരു അഗ്രസീവായി ഓടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിയറിംഗ് വീൽ അങ്ങനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ സിറ്റിയിലാണെങ്കിലും കുറച്ചും കൂടി റഷ് ടൈം ആണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യുന്ന രീതിയിൽ സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റബിൾ ചെയ്യാൻ സാധിക്കും ഒരു പുതിയ നിസാൻ ടെക്നോളിൽ. നേരെ താഴെ AC വെൻസ് കൊടുത്തിട്ടുണ്ട്.
നേരെ താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. സോ ഹസാർഡ് ലാമ്പ് ഉണ്ട്, ലോക്ക് ബട്ടൺ, പുഷ് ബട്ടൺ, സ്റ്റാർട്ട് സ്റ്റോപ്പ് ഈ ഒരു ഓപ്ഷനിലാണ് കൊടുത്തുള്ളത്. സോ നമുക്ക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒരു നിസാൻ ടെക്നോളജി വരുന്നുണ്ട്. സോ നേരെ താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻഡ് പോകുന്ന സമയത്ത് നമുക്കിവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് വരുന്നതാണ്. സോ ഇവിടെ ഒരു 2 വാട്ട് ചാർജിങ് സോക്കറ്റ്, സീപോർട്ട് ആൻഡ് ഇവിടെയും സീപോർട്ട് ചാർജിങ് സോക്കറ്റ് വന്നുള്ളത്. സ്റ്റോറേജ് സ്പേസ്, 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വരുന്നത്, 6 സ്പീഡ് DCT ഗിയർ ബോക്സിലും ഒരു വെഹിക്കിൾ അവൈലബിൾ ആണ്. സോ ഇവിടെ സ്റ്റോറേജ് സ്പേസും നമുക്ക് വരുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ്, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹാൻഡ് റെസ്റ്റ് ആണ് ഒരു വെഹിക്കിൾ വരുന്നത്. റിയർ വ്യൂ മിറേഴ്സ്, ഫ്രെയിംലെസ് ആയിട്ടുള്ള റിയർ വ്യൂ മിറേഴ്സ് ആണ് വന്നുള്ളത്. സോ നമുക്കൊരു ലാംപ്സ് വന്നിട്ടുണ്ട്. ലാംപ്സ് ടച്ചബിൾ ലാംപ്സ് വന്നുള്ളത്, കണ്ടോ? ബട്ടൺസിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു പാനോറമിക് സൺറൂഫ് കണ്ടോ? സെഗ്മെന്റിലെ ഏറ്റവും വലിയ സൺറൂഫാണ് ഒരു വെഹിക്കിൾ വന്നുള്ളത്. സോ എനിക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു വെഹിക്കിളിൻ്റെ സൺറൂഫാണ്. അത്യാവശ്യം വലിയ വിസിബിലിറ്റി ഉള്ള സൺറൂഫാണ് ഒരു വെഹിക്കിൾ വന്നത്, കണ്ടോ? ഗ്ലാസ് ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ആക്കി വെക്കാം. സോ ഇതാണ് ഇതിൻ്റെ ഒരു സൺറൂഫ് വ്യൂ വരുന്നത്. നേരെ ക്ലോസ് ചെയ്യാം. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. സോ നമുക്ക് ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്, വലിയൊരു ഗ്ലൗ ബോക്സിന് ഒരു വെഹിക്കിൾ വന്നുള്ളത്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എത്ര വലിയ ഗ്ലൗ ബോക്സ് ഈ ഒരു സെഗ്മെൻറ്റിലെ ഫസ്റ്റ് ടൈം ആണോ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം. AC വെൻറ്റ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഫുള്ളി ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഒരു എലമെൻറ്റ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാവ്, നമുക്ക് എവിടെയൊക്കെ ഒരു ബ്രൗൺ ഫിനിഷ്, ബ്ലൂ ഫിനിഷ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഫിനിഷ് നമുക്ക് കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ കളർ കാണുന്ന സമയത്ത്. സോ ഇനി സെക്കൻഡ് റോഡ് പോകുന്ന സമയത്ത് ഡോർ ഹാൻഡിൽ ഇവിടെയാണ് വന്നുള്ളത്. ഇതും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഡോർ ഹാൻഡിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നേരെ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് റോഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഒരു കവറുള്ള കാരണം സ്പേസ് മനസ്സിലാവില്ല. സോ ഞാൻ ഇരുന്ന് കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരു സെഗ്മെന്റിലെ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ള സെക്കൻഡ് റോ ഈ നിസാൻ ടെക്നോളജി ആണോ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. സോ ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പേർ കണ്ടു തുടങ്ങാം. ഇവിടെയും ഫുള്ളി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തുള്ളത്. ഇവിടെ നമുക്ക് ഡാർക്ക് ബ്ലൂ ഫിനിഷ് കാണാൻ സാധിക്കും. പവറിൻ്റെ സ്വിച്ചസ് ആൻഡ് ഡോർ ലോക്ക് അൺലോക്കും. സോ നമുക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസും സ്പീക്കേഴ്സാണ് ഇവിടെ വന്നുള്ളത്. സോ നേരെ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെഗ് റൂമുള്ള ഒരു സെക്കൻഡ് റോ ആണ് ഒരു വെഹിക്കിളിൽ വന്നിട്ടുള്ളത്. ഹെഡ് റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂമും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത്രയധികം ഹെഡ് റൂമും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഡോർ ഹാൻഡിൽ വന്നത് ലാംപ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡോറ് തുറന്ന് കിടക്കുന്ന കാരണം ലാമ്പ് കത്തും. സോ നമുക്ക് നേരെ ടച്ച് ചെയ്തിട്ട് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ലാംപ്സ്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് റോ വരുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ റിയർ AC വെൻറ്റുകൾ വന്നിട്ടുണ്ട്. അവിടെ 2 സീപോർട്ട് ചാർജിങ് സോക്കറ്റും ഒരു വെഹിക്കിൾ വരുന്നുണ്ട്. കണ്ടോ, 2 സീപോർട്ട് ചാർജിങ് സോക്കറ്റ് ഉണ്ട് റിയറിൽ വന്നത്. അതിൻ്റെ ആൻഡ്രസ്റ്റ് വരുന്നുണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡേഴ്സാണ് വരുന്നത്. കവേർഡ് ആയ കാരണം കാണിക്കുന്നില്ല. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ. ഇതിൻ്റെ കോപ്പിറ്റ് കാണുന്ന സമയത്താണ് മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ഒരു കോപ്പിറ്റ് ഡിസൈൻ ചെയ്തത്. സോ നമുക്ക് പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. കണ്ടോ, ബാക്ക് വരെയുള്ള കാരണം നല്ല ചിൽ മോഡിൽ യാത്ര ചെയ്യാൻ പറ്റും ഒരു പാനോറമിക് റൂഫുള്ള സമയത്ത്. അത്യാവശ്യം ഫാമിലിക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ ഒരു സൺ റൂഫ് വരുന്നത്. സോ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഹുഡിനെ കുറിച്ച് പറയാം. ഒരു ഹൈഡ്രോളിക്കലി ഓപ്പൺ ആണ്, ഒരു സ്ട്രെങ്ത് ഉള്ള ഹുഡാണ് ഒരു വെഹിക്കിൾ എന്നുള്ളത്. സോ ലെറ്റ്സ് ഗോ ദ എൻജിൻ ബേ. സോ ഇതാണ് ഇതിനൊരു എൻജിൻ ബേ വരുന്നത്. എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് 2 രീതിയിൽ എൻജിൻ അവൈലബിൾ ആണ്. ഒരു 1 ലിറ്ററും 1.3 ലിറ്ററും. സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു 1.3 ലിറ്റർ പെട്രോൾ ടർബോ എഞ്ചിനാണ്. സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറൗണ്ട് 163 bhp പവറും 280 Nm ടോർക്കാണ് ഈ ഒരു വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 6 സ്പീഡ് മാനുവലും അതുപോലെ 7 സ്പീഡ് DCT ഗിയർ ബോക്സിലും ഒരു വെഹിക്കിൾസ് അവൈലബിൾ ആണ്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു എൻജിൻ ബേ വരുന്നത്. അത്യാവശ്യം മാസീവ് സൈസിലെ വണ്ടി ഫ്രണ്ടിൽ ഇവിടെ കെടുക്കണത് തന്നെ. സോ ഇതിൻ്റെ എൻജിൻ ഫുള്ള് പാക്ക്ഡ് എൻജിൻ ബേ ആണ് ഈ ഒരു വെഹിക്കിളിൽ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഏറ്റവും പുതിയ നിസാൻ ടെക്ടോൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫോർ മോർ ഡീറ്റെയിൽസ് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. റെഡി സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഇത്രയും വെഹിക്കിൾസ് അവൈലബിൾ ആണ്. സോ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. റെഡി സ്റ്റോക്ക് നിങ്ങൾ വെഹിക്കിൾ പെട്ടെന്ന് ഡെലിവറി എടുക്കുക. നിങ്ങൾ അഭിപ്രായം ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്ത് പറയാം. സോ ഒരു വെഹിക്കിൾ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയറും. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ചെറിയൊരു ബ്രേക്ക്.